ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു സെഗ്മെൻറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് ബിറ്റ് കോയിനിലാണ്, ബിറ്റ് കോയിനും എത്തേറിയത്തിലും നമ്മൾ ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, 1 മിനിറ്റ് ടൈം ഫ്രെയിം തന്നെയാണ്. പക്ഷേ ഓപ്ഷൻസാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം, ഇത് ഓപ്ഷൻ ചാർട്ടാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയുടെ. അപ്പോൾ ഇതിലാണ് നമ്മളോട് ചെയ്യുക. ഇതിനൊരു ടൈം ഫ്രെയിമൊക്കെ ഉണ്ട്, ഏത് സമയത്താണ് ട്രേഡ് ചെയ്യേണ്ടതെന്നൊരു ടൈം ഫ്രെയിം ഉണ്ട്. അത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ടൈം വെച്ചേക്കണത്. അപ്പോൾ ഒരു 4 മണി തൊട്ടിട്ട്, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് 4 മണിക്കാണ്. അപ്പോൾ 4 മണി ടു 5:30 വരെ എല്ലാ ദിവസവും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ ഓപ്ഷൻസിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ 5:30ക്കാണ് എക്സ്പീരി ആവുക. ഇപ്പോൾ ഒരു 4 മണി ടു 5 മണി അല്ലെങ്കിൽ 5:30 വരെ നമ്മൾ ആ തീറ്റാടിക്ക് അടിക്കുന്ന ടൈമിലാണ് ട്രേഡ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു പ്രീമിയത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, ഒരു ലോട്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യാം, കറക്റ്റ് എസ്എൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നല്ല പ്രോഫിറ്റിക്ക് ഇരിക്കാനും പറ്റും. പിന്നെ നോക്കിയത് ഒരു $136 ട്രേഡാണത്, സ്ട്രൈക്കാണത്, മനസ്സിലായില്ലേ? $136 സ്ട്രൈക്കാണ്. ഇത് 800 വരെയൊക്കെ കുറച്ച് നേരത്തെ ഒരു 12 മണിക്ക് ശേഷം ഒരു 800 വരെയൊക്കെ മൂവ് ചെയ്തിട്ടുള്ള സ്ട്രൈക്കാണ്. അപ്പോൾ ഇതിന് നല്ല പൊട്ടൻഷ്യലുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല പൊട്ടൻഷ്യലുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂജ് റിട്ടേൺസ് കിട്ടുന്ന ഒരു മേഖലയാണ് കേട്ടോ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ. ബിറ്റ് കോയിനൊക്കെ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതാണ് ഓപ്ഷൻസിൻ്റെ ചാർട്ട് വരുന്നത്. ഇതിൽ അറ്റ് മണി തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതിലിപ്പോൾ ലോട്ട് സൈസിലുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു $100 ഒരു ലോട്ടാണെന്ന് നോക്കി. ചിലപ്പോൾ ഈ 0.1 മിനി ലോട്ടുകളൊക്കെ ഉണ്ട്, 0.01 ലോട്ടുണ്ട് കേട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊക്കെ $7 വരുള്ളൂ, $7 വരുള്ളൂ. 0.1 എടുക്കുകയാണെങ്കിൽ $77 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $771. അത് ബൈ ഇട്ട് കഴിഞ്ഞാൽ $122. നമ്മൾ ബൈ ആണ് ചെയ്യുക, സെല്ലിംഗ് ഒന്നുമില്ല, ബൈയിങ് ആണ്. ഓപ്ഷൻസ് ബൈ മാത്രമേ ചെയ്യുള്ളൂ. ഇതിൽ ഫണ്ട് ആഡ് ചെയ്യുന്നത് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് കേട്ടോ. നെഫ്റ്റൊക്കെ രീതിയിലാണ് ഫണ്ട് ഇടേണ്ടത്. നിങ്ങളെല്ലാവരും ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഞാൻ എന്തായാലും ഇന്ന് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, ഇന്നോട്ടിട്ടല്ല, ഒരാഴ്ച ടൈം എന്തായാലും കൊടുക്കണ്ടല്ലോ അവർക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ, ബിറ്റ് കോയിനും എത്തേറിയത്തിലൊക്കെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ആവുക. പിന്നെ ഇതിലത്തെ റിസ്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാ ട്രേഡിനും ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ ചെയ്യണ പോലെ തന്നെയാണ് ഇതിലും. നമ്മൾക്ക് ഏത് പ്രൈസിലാണെങ്കിലും 10 പോയിൻ്റാണ് നിഫ്റ്റിയിൽ എസ് എൽ വരുന്നത്. അതേപോലെ ബിറ്റ് കോയിന് നമുക്ക് എല്ലാ ട്രേഡിലും നമുക്ക് 20 പോയിൻ്റാണ് എസ് എൽ, $20 എസ് എൽ, $100 ടാർഗറ്റ്, അങ്ങനെയാണ്. അതായത് 1700 1800 റിസ്ക് എടുക്കുമ്പോൾ ഒരു 8500 to 10,000 രൂപയുടെ പ്രോഫിറ്റ്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല പറയാൻ. മാർക്കറ്റ് സൈഡ് വൈസ് ആണ്, ഒന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് 5 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നിഫ്റ്റി ലെവൽസ് ഞാൻ ഗ്രൂപ്പിലും കൊടുത്തതാണ്, അവിടെ തന്നെയാണ് നിൽക്കണത്, മൂവ്മെൻ്റ് ഒന്നും ഇല്ല. അപ്പം പിന്നെ ഒന്നും ചെയ്യാല്ലേ അതിൻ്റെ ഉള്ളിൽ, നമുക്ക് നോക്കിയിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഇത്രയും ട്രേഡുകൾ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ, ഇത്രയും ട്രേഡുകൾ. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ ഒരു 3 ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പെയ്ഡ് ഗ്രൂപ്പിൽ 2 ട്രേഡാണ് ആക്ടിവേറ്റ് ആയത്. പെയ്ഡ് ഗ്രൂപ്പിൽ ആ 2 ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് കേട്ടോ. ഒരു ട്രേഡ് 30 പോയിൻ്റിൻ്റെ അടുത്തും മറ്റേ ട്രേഡ് 20 പോയിൻ്റിൻ്റെ അടുത്തും പ്രോഫിറ്റിലാണ്. പക്ഷേ പെയ്ഡ് ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡ് എസ് എല്ലാണ്. ഞാനിപ്പോൾ എന്തായാലും ചാർട്ടൊന്നും എടുത്ത്, ഇത്രയും സ്ട്രൈക്കുകളുണ്ട്, അപ്പോൾ ഒന്നും പറഞ്ഞു പോകണമെന്നില്ല, നമ്മൾ കണ്ടാൽ മതി. ഇത്രയും സ്ട്രൈക്കുകളിൽ നമ്മൾ പ്ലാനിങ് ഉണ്ടായിരുന്നു, അതിൽ 5 ആക്ടിവേറ്റ് ആയിക്കണത്. ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ അതിനും മാത്രമുള്ള പോയിൻറ്റ്സ് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് കേട്ടോ. നമ്മൾ ടെലിഗ്രാം ചാനൽ റൺ ചെയ്യുന്നുണ്ട്, അത് ഫ്രീ ആണ്, തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ട്രേഡ് എടുത്താൽ മതി, പ്രോഫിറ്റ് വരികയാണെങ്കിൽ മാത്രം പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയാൽ മതി. ഇത്രയും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഇത് ഇന്നത്തെ ടുഡേന്ന് കാണാണ്ടല്ലോ, അതെല്ലാം ഇന്നത്തെ ട്രേഡുകളാണ്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഷെയർ ചെയ്തതാണ് ബിറ്റ് കോയിൻ്റെ. ഈ ലിങ്കിൽ കയറിയിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക.
നിങ്ങൾ ഈ ലിങ്കിൽ കാരണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ പ്ലേ സ്റ്റോറിന് ആപ്പ് സ്റ്റോറിനൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന്ന് ഡൗൺലോഡ് ചെയ്താലും മതി. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറയണത്. എൻ്റെ ലിങ്കിൽ കാരണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ ഇതാണ്. ഇതിലിപ്പോൾ ഒന്നും കാണിക്കാനൊന്നുമില്ല. നമുക്ക് SL വന്നിട്ടുണ്ട്, ഫ്രീ ഗ്രൂപ്പിൽ SL വന്നിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയൊരു പ്രോഫിറ്റും വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നിഫ്റ്റി ലെവൽസ് ഇതാണ്. കറക്റ്റ് ഈ ലെവലിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു സൈഡ് വേസ് ആണ്, നല്ല ബ്രേക്കിംഗ് വന്നാലാണ് മൂവ്മെൻറ്റ് കിട്ടുള്ളൂ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ഇത് വരുന്ന ടൈം എന്ന് പറഞ്ഞ് നോക്കുക 9:55 ഇപ്പോഴും നേരത്തെ കാണിച്ച സ്ക്രീൻഷോട്ടല്ല, നേരത്തെ ട്രേഡിംഗ് വ്യൂവിൽ കാണിച്ച ആ ഒരു സംഭവത്തിൽ മാർക്കറ്റ് ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. മൂവ്മെൻ്റ് ഒന്നുമില്ല. ഇതിലൊരുപാട് ട്രേഡ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി 24,400 P ഉണ്ടായിരുന്നു. അത് 10 പോയിൻ്റ് ആക്ടിവേറ്റ് ആയതാണ്. ലിമിറ്റിലല്ലാന്ന് കൊണ്ട് ലിമിറ്റിൽ നോക്കിയിരുന്നത് കിട്ടില്ല. 2 പോയിൻ്റ് മുകളിലാണ് ആ ട്രേഡ് ആക്ടിവേറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതിൽ പ്രത്യേകിച്ച് ചാർട്ടൊക്കെ കാണിക്കാനുള്ള സംഭവങ്ങളില്ല കേട്ടോ ഒന്നും. അതാണ് ഞാൻ പിന്നെ ചാർട്ട് കാണിക്കാത്തത്, വേറെ ഒന്നല്ല. ചാർട്ടിലൊന്നും പറയാനില്ല. ചാർട്ടിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ കണ്ട നിഫ്റ്റിയിലത്തെ സ്പോട്ട് ചാർട്ട് പ്രകാരം പോലെ തന്നെയാണ് പ്രൈസിനൊരു മൂവ്മെൻ്റ് ഒന്നുമില്ല. 5 ട്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു ട്രേഡൊക്കെ SL തന്നെയാണ്. ബാക്കി 4 ട്രേഡ് ഈ പറഞ്ഞ പോലെ മിനിമം പ്രോഫിറ്റാണ്. 10 പോയിൻ്റ്, 11 പോയിൻ്റ്, 12 പോയിൻ്റ്. പെയ്ഡ് ഗ്രൂപ്പിൽ വന്ന ട്രേഡ് മാത്രമല്ല 30 പോയിൻ്റ്, 20 പോയിൻ്റ് കേട്ടോ. അത് ആകെ 2 ട്രേഡ് കിട്ടിയുള്ള വീട്ടിൽ. അത് പക്ഷേ നല്ല പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷേ ഫുൾ ടാർഗറ്റിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചാർട്ട് കാണിക്കാത്തത്. പിന്നെ നമ്മൾ ബിറ്റ് കോയിൻ ചെയ്യണമെന്ന് പറയുന്നത് ബിറ്റ് കോയിൻ്റെ ഈ സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടുള്ള ട്രേഡിംഗ് അല്ല കേട്ടോ. നിങ്ങളത് പേടിക്കണ്ട. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നമ്മൾ ബിറ്റ് കോയിൻ ചെയ്യണത് ഈ സ്പോട്ട് നോക്കിയിട്ടല്ല ട്രേഡ് ചെയ്യുക. നമ്മൾ സ്ട്രൈക്ക് നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യുക. നേരത്തെ കാണിച്ചെന്ന ആ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ പ്ലാറ്റ്ഫോമിൻ്റെ അതിലുള്ള സ്ട്രൈക്ക് ചാർട്ട് നോക്കിയിട്ടുള്ള ട്രേഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് സിയും വരും, പിയും വരും. പക്ഷേ ബിറ്റ് കോയിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ബിറ്റ് കോയിനിൽ വലിയ മൂവ്മെൻറ്റുകളാണ് വരിക. നിങ്ങൾ ചെറിയൊരു മൂവ്മെൻറ്റാണ് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ അതിനേക്കാളും ഗംഭീര മൂവ്മെൻറ്റാണ് കിട്ടുക. ചിലപ്പോൾ നമുക്ക് SL അടിച്ചിട്ട് പോകുന്നുണ്ടാവുക, ചിലപ്പോൾ നല്ല രീതിക്ക് പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 20 പോയിൻ്റ് SLഉം 100 പോയിൻ്റ് ടാർഗറ്റുമാണ്. പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മളൊരു 100 പോയിൻ്റ് ടാർഗറ്റ് അടിച്ച് 3000 രൂപ കിട്ടുക. പക്ഷേ ബിറ്റ് കോയിൻ നമുക്ക് 100 പോയിൻ്റ് ടാർഗറ്റ് അടിച്ച് 8500 രൂപ കിട്ടുക. അതാണ് വ്യത്യാസം. US ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് വ്യത്യാസം. അപ്പം നമുക്ക് ഇന്ന് വലിയ ട്രേഡുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ കാര്യം കൂടി പറയാൻ തോന്നി. നമ്മൾ അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റും കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഫ്രീ ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ കോഴ്സൊക്കെ ഇടും. കറക്റ്റ് 4 മണി ടു 5 മണി വരെ അതിൻ്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഫ്രീ ആണ്. താല്പര്യമുള്ളവർക്ക് മാത്രം പിന്നെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അതിലും ഇടും. പെയ്ഡ് ഗ്രൂപ്പിൽ ഞാൻ ഇടും. ഫ്രീ ഗ്രൂപ്പിൽ ഇടാത്ത കുറച്ച് ട്രേഡുകൾ പെയ്ഡ് ഗ്രൂപ്പിൽ, അത് പെയ്ഡ് ആയതുകൊണ്ട് അതിലേക്ക് അങ്ങനെ ഇടുന്നു മാത്രം. പക്ഷെ എല്ലാതും തികച്ചും ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി അവിടെ മാത്രം ഇരുന്നിട്ട് ട്രേഡ് എടുക്കാൻ ആഗ്രഹം വെച്ചാൽ അങ്ങനെ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട്സ് രീതിയൊന്നുമല്ല. എനിക്കറിയില്ല, ബേസിക്കലി ഞാൻ ഫണ്ടഡ് അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഫണ്ടഡ് അക്കൗണ്ട്സ് ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ ഫണ്ട് അക്കൗണ്ട്സ് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് കണ്ടുപിടിക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊന്നും നമുക്കറിയില്ല. നമുക്ക് നമ്മുടെ ക്യാഷിന് ഇട്ടിട്ടുള്ള പരിപാടിയാണ് ഞാൻ പറയണത്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളൊരു 10,000, 20,000, 30,000 രൂപ ഇട്ടിട്ട് ട്രേഡ് ചെയ്യണമെന്ന് നോക്കി, അല്ലെങ്കിൽ 10,000, 20,000, 30,000 അങ്ങനത്തെ കാറ്റഗറിയിൽ ട്രേഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൈസ വെച്ചിട്ട് ഫോറക്സിലും ട്രേഡ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ മാർക്കറ്റ് ലീവാണ് കേട്ടോ. മാർക്കറ്റില്ല നാളെ. നമുക്ക് വെള്ളിയാഴ്ച കാണാം. അപ്പോൾ ഓക്കെ, ബൈ.